പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് SLC അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്കൊരു പ്രവേശക പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആശയം കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണം. പ്രവേശക പ്രവർത്തനം എന്താണ്? കാടായാലും നാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നല്ലത് വാഴുക നിലമേ എന്നതാണ്. അപ്പോൾ അതിൻ്റെ ആശയം എന്താ പറയുന്നത്? ഒരു പ്രദേശം നല്ല നാടായിക്കോട്ടെ, കാടായിക്കോട്ടെ, കുഴിയുള്ള പ്രദേശമായിക്കോട്ടെ, കുന്നുള്ള പ്രദേശമായിക്കോട്ടെ, എന്തായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ, അവിടെ നല്ല ആളുകളാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രദേശം നല്ലത് എന്നറിയപ്പെടും. അതായത് ഒരു പ്രദേശത്തിനെ നല്ലതും ചീത്തതുമാക്കുന്നത് അവിടെയുള്ള ഭൂപ്രകൃതിയല്ല, അവിടെ താമസിക്കുന്ന ആളുകളാണ് എന്നതാണ് ഔവ്വയാർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പ്രവേശക പ്രവർത്തനത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം. കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്നതാണ് പാഠഭാഗം. കൊച്ചു ചക്കരച്ചി. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠത്തുനിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലേഖകൻ എങ്ങനെയാണ് മാവിനെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ലേഖകൻ മാവിനെ പരിചയപ്പെടുത്തുന്നത്. വൃക്ഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് എന്ന് ലേഖകൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് മാവ് പൂവിടുന്നത് മുതൽ നാട്ടിൻ പുറത്ത് ഉത്സവമാണ്. കണ്ണിമാങ്ങ പരുവം മുതൽ തന്നെ മാവിൻ ചോട്ടിലെ സദ്യ ആരംഭിക്കുകയായി. എല്ലാ പ്രായത്തിലും മാങ്ങ ആസ്വാദ്യമാണ്. പച്ചമാങ്ങ അല്പം ഉപ്പ് ചേർത്ത് കറുമുറ കടിച്ചു തിന്നുന്നതിൻ്റെ രുചിയും പഴുത്ത മാങ്ങ കയ്യിലെടുത്ത് കശക്കി തിന്നുന്നതിൻ്റെ രുചിയും എഴുത്തുകാരൻ പറയുന്നുണ്ട്. അതായത് മാങ്ങയോടുള്ള പ്രിയം കൊണ്ട് നമ്മൾ പല രൂപഭേദങ്ങളിൽ മാങ്ങ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇതിൻ്റെ അണ്ടിപ്പരിപ്പ് പോലും ഔഷധ മൂല്യമുള്ള ഒന്നാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളിലാണ് മാവിനെ ആര് പരിചയപ്പെടുത്തുന്നത്? എഴുത്തുകാരൻ പരിചയപ്പെടുത്തുന്നത്. 2ാമത്തെ പാരഗ്രാഫിൽ വരുന്ന ചോദ്യം ഇതാണ്: കുരുടിച്ചി എന്ന് പറയുന്ന മാവിൻ്റെ സവിശേഷത എന്ത്? നമുക്കറിയാം ആകാശം തൊട്ട് നിൽക്കുന്ന വലിയ മാവാണ് കുരുടിച്ചി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, 4 പോയിന്റുകളുണ്ട്. ആകാശം തൊട്ട് നിൽക്കുന്ന വലിയ മാവ്. 2 ചെറിയ മാങ്ങയാണ്. 3 കുട്ടികൾക്ക് വരെ അണയിൽ 2 എണ്ണം വരെ ഇടാം, അല്ലെ, വായിൽ 2 എണ്ണം വരെ ഒരേ സമയത്ത് ഉണ്ടാവുന്നതാണ്. 4 തേനൂറുന്ന മധുരമാണ്. അപ്പോൾ ആകാശം തൊട്ട് നിൽക്കുന്ന വലിയ മാവാണ്, ചെറിയ മാങ്ങയാണ്, കുട്ടികൾക്ക് വരെ വായിൽ 2 എണ്ണം വരെ ഇടാം, 4 തേനൂറുന്ന മധുരമാണ്. അപ്പോൾ ഇത്രയാണ് കുരുടിച്ചി എന്ന് പറയുന്ന മാവിൻ്റെ സവിശേഷത. അടുത്ത ചോദ്യം ഇതാണ്: കൊതിയ സമാജം എന്നാൽ എന്ത്? ഇപ്പോൾ നമുക്കറിയാം കൊതിയന്മാരുടെ കൂട്ടം എന്നൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കണം: മാങ്ങ കൊതിയന്മാരുടെ കൂട്ടമാണ് കൊതിയ സമാജം എന്ന് നമ്മൾ എഴുതി വെക്കണം. അടുത്ത അപരിഷ്കൃത മട്ടുകൾ എന്നാൽ എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപരിഷ്കൃതം എന്ന് പറഞ്ഞാൽ പരിഷ്കാരികളായിട്ടുള്ള ആളുകൾ അംഗീകരിക്കാത്തതാണ്. അപ്പോൾ നമുക്കത് കൃത്യമായ രീതിയിൽ വായിച്ചാൽ മനസ്സിലാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പരിഷ്കൃത ലോകത്ത് ജീവിക്കുന്നു എന്ന് അറിയപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ പരിഷ്കാരികൾക്ക് അറിയില്ല, അപരിഷ്കൃതം, പരിഷ്കാരികളല്ലാത്തവർ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപരിഷ്കൃത മട്ടുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തായാലും പറയുന്നത് അപരിഷ്കൃത മട്ടുകൾ ഒന്നിതാണ്: മാവിൻ്റെ ചുവട്ടിൽ ചുള്ളിക്കമ്പുകൾ കൂട്ടിവെച്ചിട്ട് അണ്ണാൻ പിറന്നാൾ എന്ന് പറയുന്നൊരു മഹായജ്ഞം നടത്തിയിരുന്നതിനെ കുറിച്ച് എഴുത്തുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അണ്ണാൻ പിറന്നാൾ എന്ന് പറയുന്ന മഹായജ്ഞം നടത്തുന്നതും? മാവിൻ്റെ ചുവട്ടിൽ ചുള്ളിക്കമ്പുകൾ കൂട്ടിവെച്ച് അതിലേക്ക് മാങ്ങയുടെ നീര് ഹവിസായി ചേർക്കുന്നു. ആ പുക മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് മാവിൽ നിന്നും ഒരു മാങ്ങ വീഴുമെന്നതാണ് വിശ്വാസം. ആ മാങ്ങ കിട്ടിയ ആൾ അതിൻ്റെ ഞെട്ടിനുള്ളി ഇടുന്നു. അതിന് പറയുന്ന പേരാണ് ഉണ്ണിയിടൽ എന്ന് പറയുന്നത്. ആ ഞെട്ടിനുള്ളി ഉണ്ണിയിടുന്ന സമയത്ത് ഉടനെ തന്നെ ഒരു മാങ്ങ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഞെട്ടിനുള്ളി ഉണ്ണിയിട്ട ആൾക്കാണ് സ്വന്തം എന്നുള്ളതാണ് 1ാമത്തെ അപരിഷ്കൃത മട്ട് എന്ന് പറയുന്നത്. 2 ഇക്കാറ്റും കാറ്റല്ല മറുകാറ്റും കാറ്റല്ല മാവേലിക്കുന്നത്തെ പൂവാലൻ കാറ്റെ ഓടിവാ എന്ന് പറഞ്ഞുകൊണ്ട് വായുദേവനെ കൊണ്ട് മാങ്ങയിടിക്കുന്ന സമ്പ്രദായമാണ് 2ാമത്തത്. 3 അണ്ണാൻ കുഞ്ഞുഞ്ഞെ കാക്ക കഴിവേർ എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാനെയും കാക്കയെയും ഇണക്കിയും പിണക്കിയും മാങ്ങയിടിക്കുന്ന സമ്പ്രദായമാണ് 3ാമത്തെ. അങ്ങനെ 3 അപരിഷ്കൃത മട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 3 എണ്ണം വീണ്ടും കേട്ട് നോക്കണം, കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണം. അടുത്ത പാരഗ്രാഫിലെ ചോദ്യം ഇതാണ്: കവികൾക്ക് മാവ് പ്രിയങ്കരമാവുന്നത് എങ്ങനെ? നമുക്കറിയാം
ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഇതിൽ എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട്, എല്ലാ വൃക്ഷങ്ങൾക്കും മീതെ എന്ന് തലയെടുപ്പോട് കൂടി നിൽക്കുന്ന അശ്വത്ഥമുണ്ട്, അല്ലെ, ആൽമരമുണ്ട്, അതുപോലെ തന്നെ ചെമ്പക മരമുണ്ട്, പുന്നമരമുണ്ട്, പൊന്നശോകമുണ്ട്, ഇലഞ്ഞി മരമുണ്ട്. ഇങ്ങനെയൊക്കെ മരങ്ങളുണ്ടെങ്കിലും കവികൾ കവിതയ്ക്ക് വിഷയമാക്കിയിട്ടുള്ള മരം എന്ന് പറയുന്നത് അത് മാവ് തന്നെയാണ്. അതുമാത്രമല്ല, കാമദേവൻ എന്ന് പറയുന്ന ദൈവസങ്കല്പത്തിൽ കാമദേവന്റെ കയ്യിലുള്ള ഒരു അമ്പായിട്ട് മാമ്പൂവിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട്, അത് മാവിനോടുള്ള പ്രിയം കൊണ്ട് കവികൾ ചാർത്തി കൊടുത്തതാണ് ഈ മാമ്പൂവ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാവിനെ കുറിച്ചുള്ള സുന്ദരമായ കവിതയ്ക്ക് ഉദാഹരണമാണ് വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിത എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. പിന്നീടാണ് നമ്മൾ കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആ തലക്കെട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കുലശ്രേഷ്ഠകൾ എന്ന് പറയുന്ന 2 മാവുകളുണ്ട്, അല്ലേ? അതുപോലെ തന്നെ കുലശ്രേഷ്ഠകൾ എന്ന് പറയുന്നത് എന്താണ്? 2 മാവുകളാണ്, കൊച്ചു ചക്കരച്ചിയും വലിയ ചക്കരച്ചിയും. 2 ചക്കരച്ചികൾ എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോഴും ഒരേ ഉത്തരം തന്നെയാണ്, കൊച്ചു ചക്കരച്ചിയും വലിയ ചക്കരച്ചിയുമാണ്. ഇനി ശ്രദ്ധിക്കണേ, കൊച്ചു ചക്കരച്ചിക്ക് നേരിടേണ്ടി വന്ന വിഷമതകൾ എന്തെല്ലാം? ഇതാണ് ഈ പാഠഭാഗത്തിലെ എസ്സേ ആയിട്ട് വരാറുള്ളത്. അതുപോലെ തന്നെ അമ്മയുടെ വിശ്വാസം ജയിച്ചത് എങ്ങനെ? ഇത് രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. അപ്പോൾ നോക്കണം, എങ്ങനെയാണ് കൊച്ചു ചക്കരച്ചയ്ക്ക് നേരിടേണ്ടി വന്ന വിഷമതകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കും. പണ്ട് ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് പാട്ടത്തിൽ അപ്പൂപ്പൻ തൻ്റെ ധാടിയും മോടിയും ഈ മാവ് കാരണം പുറത്തു നിന്നുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 60 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വേണ്ടപ്പെട്ടവർ ആരൊക്കെയോ ഇടപെട്ടുകൊണ്ട് അത്യാഹിതം തടഞ്ഞു. അങ്ങനെ ആര് രക്ഷപ്പെട്ടു? ആദ്യത്തെ പ്രാവശ്യം കൊച്ചിയേക്കരച്ച് രക്ഷപ്പെട്ടു. അതൊരു പ്രത്യേക അരുമത്വം ആ കൊച്ചിയേക്കരച്ചയ്ക്ക് നേടിക്കൊടുക്കുക കൂടി ചെയ്തു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് എന്തായിരുന്നു? രണ്ടാമത്തത് യുദ്ധകാലമായതോടുകൂടി മാവിൻ്റെ തടികൾക്കൊക്കെ വില കൂടി. മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വന്നു. പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അമ്മ എന്ത് ചെയ്തില്ല? കൊച്ചു ചക്കരച്ചിയെ വെട്ടാനായി കൊടുത്തില്ല. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും കൊച്ചു ചക്കരച്ചി രക്ഷപ്പെട്ടു. മൂന്നാമത്തത് എപ്പോഴായിരുന്നു? കൊച്ചു ചക്കരച്ചിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് 8-10 അടി ഉയരത്തിൽ തടി പൊളിഞ്ഞ് ജീർണിച്ചു പോയിട്ടുണ്ട്. 3 അഭിപ്രായങ്ങൾ വന്നു. 1 ഇടിമിന്നൽ കൊണ്ടതായിരിക്കാം എന്ന അഭിപ്രായമായിരുന്നു. 2 ശത്രുക്കൾ ആരെങ്കിലും ചെയ്തതായിരിക്കാം. 3 അത് തടിക്കച്ചവടക്കാർ ആരോ ഒന്ന് തമര് വെച്ച് തുളച്ചതിൽ നിന്ന് വന്നതായിരിക്കാം എന്നുള്ളതാ പറയുന്നത്. അപ്പോൾ ഈ 3 അഭിപ്രായങ്ങളിൽ ഏറ്റവും ശക്തമായ അഭിപ്രായം എന്ന് പറയുന്നത് ഈ മൂന്നാമത്തതായിരുന്നു. തടിക്കച്ചവടക്കാർ ആരോ വന്ന് തമര് വെച്ച് തുളച്ചതിൽ നിന്ന് വന്നതായിരിക്കാം. എന്തായാലും കൊച്ചു ചക്കരച്ചിയുടെ ഒരു ഭാഗം ജീർണിച്ചു പോയിട്ടുണ്ട്, വീഴുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് എഴുത്തുകാരൻ എന്ത് ചെയ്തു? കൊച്ചു ചക്കരച്ചിയെ വെട്ടണമെന്ന് വാദിക്കാൻ തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞു, കൊച്ചു ചക്കരച്ചി വീടില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന് ഉറച്ച വിശ്വാസമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. അമ്മയുടെ ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനായിട്ട് കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആ പൂമുഖത്ത് പോയി ഇരിക്കാറുണ്ടായിരുന്നു. എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട്, എന്തിനാ ഇരിക്കുന്നത്? ഒന്നെങ്കിൽ കൊച്ചു ചക്കരച്ചി വീഴുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം അമ്മയും അങ്ങോട്ട് മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ എപ്പോൾ കാറ്റും മഴയും വന്നു കഴിഞ്ഞാലും ആ പൂമുഖത്ത് ആര് പോയിരിക്കാറുണ്ട്? അമ്മ പോയിരിക്കാറുണ്ട്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കാലവർഷക്കാറ്റും തുലാവർഷക്കാറ്റും വന്നു. എല്ലാ മരങ്ങളും ആടി ഉലയുന്ന സമയത്ത് അർദ്ധവൃത്താകൃതിയിൽ മാത്രം കൊച്ചു ചക്കരച്ചി ആടി ഉലഞ്ഞു. ആ കാലവർഷക്കാറ്റുകളും തുലാവർഷക്കാറ്റുകളും കൊച്ചു ചക്കരച്ചിയുടെ മുടിയിഴകളിലൂടെ തഴുകിപ്പോയി എന്നല്ലാണ്ട് അതുപോലും അവയെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കാറ്റും മഴയുണ്ടായി. ഒരു വൃശ്ചികം ധനുമാസത്തിലാണ് ചെറിയ കാറ്റും മഴയുണ്ടായി. പഴുത്ത ഇലകളെ വീഴ്ത്താൻ പോരുന്ന ശേഷിയുള്ള ഒന്നായിരുന്നു അതെന്ന് പറയുന്നത്. പക്ഷെ ഇതിലെന്താ സംഭവിക്കുന്നത്? ആ കാറ്റിലും മഴയിലും ആ കൊച്ചു ചക്കരച്ചി വീണു. എങ്ങനെ വീണത്? വീണ് കഴിഞ്ഞപ്പോൾ പടിയിറ്റത്തിൽ വീടിൻ്റെ മതിൽ അല്പം ഒന്ന് പൊളിഞ്ഞു. തൊട്ടപ്പുറത്തുള്ള തൈമാവിൻ്റെ ചെറിയൊരു ശിഖരം ഒടിഞ്ഞു. അതിനും അപ്പുറത്തുള്ളൊരു പുളിമരത്തിൻ്റെ ഏതാനും കൊമ്പുകൾ അടർന്നു വീണു എന്നല്ലാണ്ട് ഇത്രയ്ക്ക് നിരുപദ്രവകരമായി എത്ര വിദഗ്ധനായ മരം വെട്ടുകാരനും കൊച്ചു ചക്കരച്ചിയെ വെട്ടുവീഴ്ത്താൻ സാധിക്കുമായിരുന്നില്ല എന്ന് എഴുത്തുകാരൻ പറയുന്നു. അങ്ങനെ അമ്മയുടെ വിശ്വാസം ജയിച്ചു, എഴുത്തുകാരൻ്റെ വിശ്വാസം പരാജയപ്പെടുന്നിടത്താണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അപ്പം ഇത്ര കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേട്ടിട്ട് ആശയത്തിൻ്റെ ഓർഡർ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത്രയാണ് കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ കൃത്യമായിട്ട് പഠിക്കുക, വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ചോദ്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇതിൻ്റെ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഉത്തരങ്ങൾ കൃത്യമായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.